പഠിക്കാനിരിക്കുമ്പോൾ വലിയൊരു കൺഫ്യൂഷനാണ് എവിടെ നിന്ന് തുടങ്ങും, എങ്ങനെ പഠിക്കും എന്നൊക്കെ അല്ലേ. അപ്പോൾ ബയോളജി പഠിക്കാനുള്ള ഒരു എളുപ്പ വഴിയായിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. ഒരു ബെസ്റ്റ് മെത്തേഡാണ് നമ്മുടെ ബയോ ഫ്ലാഷ് കാർഡ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ബയോളജിയിൽ ഓരോ ചാപ്റ്ററും നമുക്ക് ഇതുപോലെ ഫ്ലാഷ് കാർഡ്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് പഠിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് മിസ് കാണിച്ചു തരാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ് എന്നുള്ളത് അല്ലേ. അതിൻ്റെ മെയിൻ ടോപ്പിക് ഇതുപോലത്തെ ചെറിയ ചെറിയ ഫ്ലാഷ് കാർഡ്സ്. നിങ്ങൾക്ക് അല്ലാതെ ഷോപ്പിൽ നിന്ന് ഫ്ലാഷ് കാർഡ്സ് കിട്ടാം, പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ തന്നെ ചെറിയ നോട്ട്ബുക്സിൻ്റെ പേജുകൾ ഇതുപോലത്തെ കൺസ് എടുത്തു കഴിഞ്ഞാൽ നല്ല കളേഴ്സും അട്രാക്റ്റീവ് ആയിട്ടുള്ള ടേംസ് ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഫ്ലാഷ് കാർഡ്സ് പ്രിപ്പയർ ചെയ്യാം. അപ്പം നമ്മുടെ ഫസ്റ്റ് ടേം എന്താണ്, ക്രോപ്പ് എന്താണ്, അതിൽ തന്നെ ഓരോ 2 ടൈപ്പ് ക്രോപ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഇതിൽ ക്രോപ്പ് എന്താണെന്ന് നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് നോട്ടിഫൈ ചെയ്യുന്നു ഫസ്റ്റ് കാർഡിൽ. സെക്കൻഡ് വണ്ണിൽ 2 ഡിവിഷൻസ് ക്രോപ്പിലുണ്ട് എന്നുള്ളത് ഒരു ഫ്ലോ ചാർട്ട് പോലെ ഖാരിഫ് ക്രോപ്പ്, റാബി ക്രോപ്പ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം തേർഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഖാരിഫ് ക്രോപ്പിൻ്റെ ഫീച്ചറും അതിൻ്റെ ജസ്റ്റ് എക്സാമ്പിൾസും മാത്രം വളരെ ഷോർട്ടാക്കി എഴുതുന്നു. രണ്ടാമത് നമ്മൾ റാബി ക്രോപ്സ് കൊടുക്കുന്നു. അതിൽ ഓരോന്നും ഇതുപോലെ എന്ത് ചെയ്യുന്നു, എന്താണെന്നും അതിൻ്റെ എക്സാമ്പിൾസും ബെസ്റ്റായിട്ട് വളരെ ഷോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നു. പിന്നെ നമുക്ക് സെക്കൻഡ് ടോപ്പിക് എന്ന് വരുന്നത് അഗ്രികൾച്ചർ പ്രാക്ടീസ് ആണ്. അതെന്താണെന്ന് നല്ല അട്രാക്റ്റീവ് ആയിട്ട് ഹെഡിങ് കൊടുത്തതിന് ശേഷം എന്താണെന്ന് അതിൻ്റെ ചെറിയ രീതിയിൽ പോയിന്റ് മെൻഷൻ ചെയ്യുന്നു. പിന്നെ അതിൻ്റെ പ്രാക്ടീസസ് എന്ത് ചെയ്യുന്നു, ഓർഡർ ആയിട്ട് സ്റ്റെപ്പിൽ എഴുതുന്നു. ഇതേപോലെ ഓരോ സ്റ്റെപ്പും നമുക്ക് ഇതിൻ്റെ ബാക്കിയായിട്ടും എഴുതാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സാമ്പിളിന് വേണ്ടിയിട്ടാണ് മിസ് ഇതുപോലെ ഒരു ചെറിയ ഫ്ലാഷ് കാർഡ് കാണിക്കുന്നത്. ഇതുപോലെ ഫ്ലാഷ് കാർഡ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ക്യാച്ചി ആയിട്ട് ഓരോ ടേംസ് പഠിക്കാൻ പറ്റും. എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ നല്ല റെഡ് കളറിൽ അല്ലെങ്കിൽ ബോർഡ് ലെറ്റേഴ്സിലൊക്കെ കളർഫുൾ ആക്കിയാൽ ഇടയ്ക്കിടയ്ക്ക് വായിക്കാനും, നമ്മൾ ടെക്സ്റ്റ് എപ്പോഴും വായിച്ച് ബോറടിക്കില്ലേ, അതിൽ നിന്നൊക്കെ മാറ്റം കൊണ്ടുവന്ന് ഇതുപോലെ ഫ്ലാഷ് കാർഡ്സ് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ വെറുതെ നടക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ സ്കൂൾ ബസ്സിൽ സ്കൂളിലേക്ക് പോകുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഈ ഒരു മെത്തേഡ് ഇപ്പോഴേ നിങ്ങൾ ട്രൈ ചെയ്താൽ വലിയ ക്ലാസ്സിലേക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയുക. സോ ഈസി മെത്തേഡാണ്. ബയോ ഫ്ലാഷ് കാർഡ്സ് എന്തായാലും നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് എല്ലാവരും പറയുക. സോ സീ യു ദെൻ. ബൈ.